കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. നമുക്ക് ഗീതുവിന്റെ ഗോവിന്ദന്റെ ഒക്കെ അടുത്ത ആഴ്ചയിലെ ഒരു അടിപൊളി പ്രൊമോ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അടുത്ത ആഴ്ചയിലെ പ്രൊമോ വിശേഷത്തിൽ കാണിച്ചിരിക്കുന്നത് അങ്ങനെ അവസാനം ഗീതു ആ സത്യങ്ങളൊക്കെ അറിയണം. അതും രഞ്ജുവിന്റെ വായിരുന്നു. രഞ്ജുവും ഗോവിന്ദും തമ്മിലുള്ള ബന്ധം എന്താന്നുള്ള സത്യം. അതിനു വേണ്ടിയിട്ട് ഗീതു ചില തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. അതിന്റെ വിശേഷങ്ങളും പിന്നീട് ഗീതുവിനെയും ഗോവിന്ദനും തമ്മിൽ അകറ്റാൻ വേണ്ടിയിട്ട് രാധികാമ്മ കുതന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും ഏറ്റിട്ടില്ല. അപ്പൊ രാധികാമ്മയുടെ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെട്ടു പോവാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രഞ്ജു വീട്ടിൽ വന്ന് നിൽക്കുന്നതുകൊണ്ട് ഗീതുവിന് ഭയങ്കര അസ്വസ്ഥയായിരുന്നു. പിന്നീട് ഗീതു കണ്ടെത്തിയ തെളിവുകളൊക്കെ രഞ്ജു നേരെ അടിച്ചു മാറ്റിയിട്ട് ഗോവിന്ദനെ കാണിച്ച് വരുണിനെ വീട്ടിൽ നിന്ന് അടിച്ച് പുറത്താക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് ഇതിന്റെ ഒരു ദേഷ്യം രാധികാമ്മയുടെ ഉള്ളിൽ കിടക്കുക. ഗീത് കാരണമാണ് എൻ്റെ മോൻ വീട്ടിൽ നിന്ന് പുറത്തായത്. അപ്പോൾ ഒരു കാരണവശാലും അവൾ ആ കുടുംബത്തിൽ വാഴാൻ പാടില്ല. അവളെ ആദ്യം അടിച്ച് പുറത്താക്കണം. പുറത്താക്കിയിട്ട് വേണം അവളെ ഇല്ലാതാക്കാനായിട്ട്. അങ്ങനെ ചില പ്ലാനുകളും പദ്ധതികളൊക്കെ രാധികാമ്മ തയ്യാറാക്കുമായിരുന്നു. പിന്നീട് രാധികാമ്മ AGM-ലേക്ക് വരുന്നുണ്ട്. AGM-ലേക്ക് വന്ന സമയത്താണ് രാധികാമ്മ ആ കാഴ്ച കാണുന്നത്. ഗീതുവും കിഷോറും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഗീതുവിന്റെ സ്റ്റാഫാണല്ലോ കിഷോർ. അപ്പം ചില ഡൗട്ടുകളൊക്കെ ക്ലിയർ ചെയ്യാനായിട്ട് ഗീതുവിന്റെ അടുത്തിലേക്ക് വന്നായിരുന്നു കിഷോർ. അവർ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലൂടെ വന്ന് രാധികാമ്മ ഇത് കാണുവാണ്. രാധികാമ്മയ്ക്ക് മനസ്സിലായി ഇത് തന്നെ പറ്റിയ സമയം. ഇത് വെച്ചിട്ട് കളി അങ്ങോട്ട് കളിക്കണം. തൻ്റെ മോനെ അറക്കൽ കുടുംബത്തിൽ നിന്ന് ഇറക്കി വിട്ടവളവള്. അവള് വിടിയിച്ചവളവള്. അവൾ ഒറ്റയെടുത്തി കാരണമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടായത്. അപ്പൊ അവൾക്കെതിരെ പ്രയോഗിക്കാൻ നല്ലൊരു ആയുധം തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അങ്ങനെ രാധികാമ്മ രണ്ടും കൽപ്പിച്ച് എന്ത് ചെയ്യുവാണ്, നേരെ ഗോവിന്ദന്റെ അരിയിലേക്ക് ചെല്ലുവാണ്. ഗോവിന്ദന്റെ അരിയിലേക്ക് എന്നിട്ട് പറഞ്ഞു, എന്നാലും കണ്ണാ നീ ഇത്ര മണ്ടനായി പോയില്ലെന്ന് പറയാ. എന്താമ്മേ എന്ത് പറ്റിയെന്ന് ചോദിക്കണം. നീ അറിയത്തില്ലാതെ ഇവർ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നേ. നിനക്ക് ഭർത്താവെന്നൊരു ലേബല് മാത്രമുള്ള അല്ലേന്ന് ചോദിക്കുവാണ്. എന്താമ്മേ അവൾ ഇപ്പോഴും കണ്ടില്ലേ അവളുടെ പഴയ കാമുകനുമായിട്ടാ സുള്ളുന്നത്. അവനിവിടെ അപ്പോയിന്റ് ചെയ്ത് തന്നെ അവളും അവനുമായിട്ട് അടുക്കാൻ വേണ്ടിയിട്ടാ. ഇപ്പോഴും അവനും അവളും തമ്മിൽ ഇഷ്ടത്തില്ല. നീ ഇതൊന്നും കാണുന്നില്ലെന്ന് ചോദിക്കണം. അമ്മ വെറുതെ പറയരുത് കേട്ടോ. അങ്ങനെയൊന്നുമില്ല, എനിക്ക് ഗീതുവിന് വിശ്വാസം എന്ന് പറയാം. പിന്നെ ഗീതുവിന് വിശ്വാസം എന്നും പറഞ്ഞുകൊണ്ടിരുന്നു. നിന്നെ ചതിച്ചുകൊണ്ടിരിക്കും അവര്. അധികം വൈകാതെ തന്നെ നിന്നെ ചതിച്ചിട്ട് ഒരുപക്ഷെ നിന്നെ ഇല്ലാതാക്കിയിട്ട് അവനും അവളും കൂടെ സുഖമായിട്ട് ജീവിക്കും. അത് കണ്ടുവരുമെന്ന് പറയാം. അമ്മ എന്തറിഞ്ഞിട്ടാ പറയുന്നത്? അവന്റെ കല്യാണമൊക്കെ കഴിഞ്ഞതറിയേ. കല്യാണം കഴിഞ്ഞോ അതൊന്നും അവന് പ്രശ്നമല്ലടാ. അവനെക്കുറിച്ച് നിനക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ. പണത്തിന് വേണ്ടി എന്തും ചെയ്യും. ഒരുപക്ഷെ നിന്നെ ഇല്ലാതാക്കിയിട്ട് അവനും അവൾക്കൂടെ സൂഹിക്കാനാണോ? നിന്നെ ഇല്ലാതാക്കിയിട്ട് പിന്നെ സ്വത്തുക്കളൊക്കെ ആരുടെ പേരില്ല? ഗീതുവിന്റെ പേരിലേ കിട്ടുള്ളൂ. അങ്ങനെ പ്ലാനുകളും പ്രത്യേകം തയ്യാറാക്കിയിട്ട് പറയാൻ പറ്റില്ല. കണ്ണാ നിന്നോടുള്ള സ്നേഹം കൊണ്ട് ഞാൻ പറയാ, ഒരു കാരണവശാലും ഇനിയിപ്പോ കിഷോറിനെ ഇവിടെ വെച്ച് താമസിപ്പിച്ചുകൂടാ. അതോടൊപ്പം തന്നെ എപ്പോഴും ഗീതുവിന്റെ മേളിൽ കണ്ണു വേണം. അറിയാലോ, നിന്നെ ചതിക്കാൻ വേണ്ടിയിട്ടാ തീരുമാനിച്ചിരിക്കുന്നു പറയണം. കോവിന്ദിന് ആകെ ടെൻഷനായിപ്പോയി. അമ്മ പറയുന്ന കാര്യങ്ങൾ വല്ല സത്യം കാണുമോ? അവർ തമ്മിൽ ഇനിയിപ്പോ പണ്ടത്തെ പോലെ വല്ല അടുപ്പൊക്കെ ഉണ്ടായിരിക്കോ? അങ്ങനെ ആ വഴിയില്ല. എന്നാലും ഗോവിന്ദനൊരു സ്വസ്ഥതക്കേടായിരുന്നു. ഗോവിന്ദനാണെങ്കിൽ വൈകുന്നേരം വീട്ടിലേക്ക് വരാനൊരു മടി. ഗോവിന്ദൻ എന്ത് ചെയ്യുവാണ്, നേരെ ബാറിലേക്ക് വിടുവാണ്. ബാറിൽ പോയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മദ്യപിക്കുവാണ്. ആ ഉള്ളിലെ വിഷമം മാറാൻ വേണ്ടിയിട്ടാണ് മദ്യപിക്കുന്നത്. അങ്ങനെ മദ്യപിച്ച് ലക്ക് കേട്ട വൈകുന്നേരം വീട്ടിലേക്ക് വരുന്നത്. അപ്പൊ കുറെ ദിവസമായിരുന്നു കുടിക്കുകയൊക്കെ ചെയ്തിട്ട്. അങ്ങനെ മദ്യപിച്ച് ലക്ക് കേട്ട് വരുന്ന ഗോവിന്ദനെ കണ്ടിപ്പം ഗീതു ഓർത്തു, ഇതെന്തോ പറ്റി? ഇത് പതിവില്ലാത്താണല്ലോ. ഈ ഇടയായിട്ടൊന്നും മദ്യപിക്കാതെ വന്നാ എന്തോ ഒരു പ്രശ്നമുണ്ട്. പക്ഷെ അതെന്താന്ന് അറിയണം, ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെ കാര്യം. ഇനിയിപ്പോൾ അങ്ങനെ വെറുതെ ഇരുന്നിട്ട് കാര്യമില്ലാന്ന് ഓർത്ത് അങ്ങനെ ഗോവിന്ദ് വന്നിരുന്ന് കഴിയുമ്പോഴത്തേനും ഗീത ചോദിക്കുന്നില്ല, എന്ത് പറ്റി കണ്ണേട്ട മദ്യപാനമൊക്കെ നിർത്തിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും തുടങ്ങിയില്ലേന്ന് ചോദിക്കുവാണ്. അല്ല അത് ഇത് ഒന്നും പറയണ്ട, എനിക്കറിയാം. ഞാൻ പറഞ്ഞ ഗോവിന്ദേട്ടൻ അനുസരിക്കില്ലോ. അതിൽ എന്നെ ഇഷ്ടമില്ലാത്തോണ്ടല്ലേ കണ്ണേട്ട മദ്യപിച്ചതെന്ന് ചോദിക്കണം. അല്ല ഗീതു, എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. എനിക്ക് എൻ്റെ ജീവന് നിന്നെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ വിശ്വാസമൊക്കെയാണ്. പിന്നെ എന്താ കണ്ണേട്ട എങ്ങനെയൊക്കെ ചെയ്തേ? കണ്ണോട്ടോട് ഞാൻ പറഞ്ഞില്ലേ ഇനി മദ്യപിക്കില്ലെന്ന്. അതൊക്കെ ശരി തന്നെ. പക്ഷെ രാധികാമ്മ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പം എനിക്ക് എന്തോ മനസ്സിന് വല്ലാത്ത വിഷമമായിരുന്നു പറയാം. പെട്ടെന്ന് ഗീതു ഫോൺ എടുത്തോണ്ട് വരിക. ഫോൺ എടുത്ത് ഗോവിന്ദ് പറയുന്ന ഓരോ കാര്യങ്ങൾ റെക്കോർഡ് ചെയ്യുക. അല്ല രാധികാമ്മ എന്ത് പറയുന്ന? രാധികാമ്മ പറഞ്ഞു നീയും കിഷോറും തമ്മിൽ ഇപ്പോഴും ബന്ധമാണെന്ന്. അതെനിക്ക് അങ്ങോട്ട് സഹിക്കാൻ പറ്റിയില്ല ഗീതു. അതുകൊണ്ടാണ് ഞാൻ മദ്യപിച്ചതെന്ന് പറയാം. ഓഹോ, അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങളെ കിടപ്പ്. രാധികാമ്മ വീണ്ടും തനിക്കെതിരെ കളി തുടങ്ങിയിട്ടുണ്ട്. മകനെ ഇറക്കി വിട്ടതിന്റെ രോഷമായിരിക്കും. കൊള്ളാം, ഇതങ്ങോട്ട് പൊളിച്ചെടുക്കണം. ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലാന്ന് ഇത് മനസ്സിൽ ചിന്തിക്കുകയാണ്. പിന്നീട് ഗോവിന്ദ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കുന്നീയ, എനിക്ക് നിന്നെ ഒരു അവിശ്വാസവും ഇല്ല. എനിക്ക് നിന്നെ അത്രയ്ക്ക് വിശ്വാസമാണ്. എൻ്റെ ജീവനാ നീ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പിന്നീട് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നിന്റെ ഫോണിൽ ആ തെളിവുകൾ ഉണ്ടായിരുന്നു എനിക്കറിയാം.
പക്ഷെ അത് രഞ്ജു അടിച്ചു മാറ്റിയെന്നും അറിയാം. പക്ഷെ അവളെ വേദനിപ്പിക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് അവളുടെ മുന്നിൽ വെച്ച് ഞാനൊന്നും പറയാതിരുന്നേ. അങ്ങനെ ഗോവിന്ദന്റെ മനസ്സിലുള്ള സത്യങ്ങളൊക്കെ വള്ളി പുള്ളി വിടാതെ ഇങ്ങനെ പുറത്തു വരുവാണ് കുറച്ച് മദ്യം പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും. പക്ഷെ രഞ്ജു ആരാന്നുള്ള സത്യമൊന്നും ഗോവിന്ദ് പറയുന്നില്ല കേട്ടോ. ഗീതുവിന് ആ ഒരു പ്രതീക്ഷ ഉണ്ടല്ലോ. അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഗോവിന്ദ് പതുക്കെ തെന്നി മാറുക ചെയ്തേ. അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല. പിന്നീട് ഗീതു പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല, രാധികാമയ്ക്കിട്ട് പണി കൊടുക്കണം. അങ്ങനെ ഓർത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് രഞ്ജുവും ഗോവിന്ദും കൂടെ പുറത്തു പോയത്. പക്ഷെ ഗീതുവിന് അത് സഹിച്ചില്ല. അവർ രണ്ടുപേരും കൂടെ പുറത്തു പോയത് തന്നെ കൊണ്ടാതെ പോയി. അത് മാത്രമല്ല, രഞ്ജുവും ഗോവിന്ദും തമ്മിലുള്ള അടുപ്പം കാണുമ്പോൾ തന്നെ ഗീതുവിന് സഹിക്കുന്നില്ല. കാരണം അവർ തമ്മിൽ എപ്പോഴും ഒരുമിച്ചിരിക്കുന്നു, ഒരുമിച്ച് ഫുഡ് കഴിക്കുന്നു, ഒരുമിച്ച് പുറത്തു പോകുന്നു. ഭാര്യ എന്നുള്ളൊരു സ്ഥാനം പോലും തനിക്ക് തരുന്നില്ല. അങ്ങനെ ചിന്ത ഇടയ്ക്കിടയ്ക്ക് ഗീതുവിന്റെ മനസ്സിലുണ്ടാകുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോ ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ് പറയില്ല എന്ന് നന്നായിട്ടറിയാം ആരാന്നുള്ള സത്യം. പക്ഷെ എങ്ങനെ കണ്ടെത്തും? അപ്പൊ അതിനു വേണ്ടി എന്തേലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ. അപ്പൊ ഗീതു അതിനു വേണ്ടി ഒരു ഐഡിയ കണ്ടെത്തുമായിരുന്നു. അങ്ങനെ മഹേഷ് വീട്ടിലേക്ക് വരുവാണ് ഗീതുവിനെ കാണാനായിട്ട്. അപ്പൊ മഹേഷ് വന്നപ്പോൾ ഗോവിന്ദിന്റെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പൊ ഗീതുവിന്റെ മനസ്സിൽ ആ ഐഡിയ അങ്ങനെ വർക്കൗട്ട് ആവുകയാണ്. അപ്പൊ ഇവരെല്ലാം പുറത്തിരിക്കുന്ന സമയത്ത് ഗീതു എന്ത് ചെയ്യാണ്, അവര് കമ്പനി കൂടുന്നുണ്ട്. കമ്പനിയുടെ കള്ളൊക്കെയാണ് കുടിക്കുന്നത്. അപ്പൊ കള്ള കൊണ്ടേ വെച്ച് കഴിയുമ്പോഴത്തേന് എന്ത് ചെയ്യുവാണ്, രഞ്ജു ആ കൂടെ കൂടി. രഞ്ജു നന്നായിട്ട് മദ്യപിക്കുവാണ് അവിടെ ഇരുന്നിട്ട്. ഈ കാഴ്ചയുടെ ഗോവിന്ദ് വരെ ഞെട്ടിപ്പോയി. ഇവിടെ ഇത്രമാത്രം കുടിക്കുമെന്ന് എൻ്റെ ഒരു ചിന്തയൊക്കെ ഗോവിന്ദിന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഈ കാഴ്ച കണ്ടുകൊണ്ടാണ് ഗീതുവും രേഖയും കാഞ്ചനയും അങ്ങോട്ട് വന്നേ. അവർക്ക് മനസ്സിലായി ഇതിനു മുമ്പ് തന്നെ രഞ്ജു നന്നായിട്ട് മദ്യപിച്ചുകൊണ്ടിരുന്ന ആളാന്നുള്ള സത്യം. അല്ലെങ്കിൽ ഇത്ര മാത്രം മടക്കൊന്നും കുടിക്കത്തില്ലോ. ഗോവിന്ദ് പറഞ്ഞു മതി വെണ്ണയെ കുടിച്ചെന്ന് പറയണേ. പിന്നെ ഇത് കള്ള എൻ്റെ ഗോവിന്ദേട്ടാ, ഇത് മധുരപാനീയം, ഇത് കുടിച്ചാൽ ഒന്നും സംഭവിക്കില്ലെന്നൊക്കെ ഗോവിന്ദനോട് പറയാണ്. പിന്നീട് മഹേഷും രഞ്ജു ഇവരെല്ലാവരും കൂടി ഭയങ്കര ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിരുന്നു. ഭയങ്കര അർമാദനം. ഇതൊക്കെ കണ്ടിട്ട് ഗീതുവിന് സഹിച്ചില്ല. താനില്ലാതെ ഇപ്പൊ കണ്ണേട്ടൻ അവളുടെ കുഴപ്പം കിടന്ന് തുള്ളുന്നു. ഇന്നത്തോടു കൂടി അവളുടെ തുള്ളിച്ച് എല്ലാം നിർത്തും ഗോവിന്ദേട്ടനെ. അവൾ ആരാന്നുള്ള സത്യം നീ ഗീതു അറിയും. അങ്ങനെ ഗീതു മുറിയിലേക്ക് പോവാണ്. അതിനുശേഷം ആകെപ്പാടെ കുടിച്ചു മത്തായി കഴിഞ്ഞപ്പോഴത്തേനും രഞ്ജു ആടി ആടി മുറിയിലേക്ക് പോവാം. അപ്പോൾ ഈ തുർത്തി ഇവളുടെ പുറകെ പോകണം. ഇവളുടെ പുറകെ ചെന്നിട്ട് കണ്ണേട്ടന് ഇവള് നമ്മളുടെ ബന്ധം എന്താണെന്ന് അറിയണം. ഈ സമയത്ത് നല്ല ലഹരിയില്ല. ചിലപ്പോൾ അവൾ സത്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞാലോ എന്താണെന്ന് അറിയാൻ കഴിഞ്ഞേക്കും. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഗീതു മുറിയിലേക്ക് ചെല്ലുവാണ് രഞ്ജുവിൻ്റെ. അപ്പോൾ രഞ്ജു ഇങ്ങനെ ആടിയാടി ഇരിക്കുക. പിന്നീട് ഗീത എന്ന് ഓരോ കാര്യങ്ങളൊക്കെ രഞ്ജുവിനോട് ചോദിക്കുകയാണ്. അപ്പോൾ രഞ്ജു അതിനെല്ലാം കൃത്യമായിട്ടുള്ള മറുപടികളാണ് കൊടുത്തോണ്ടിരിക്കുന്നത്. അവസാനം രഞ്ജുവിനോട് ചോദിച്ചു, അല്ല ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, കണ്ണേട്ടൻ രഞ്ജുവിന്റെ ഫ്രണ്ടാന്നല്ലേ പറഞ്ഞത്, ശരിക്കും ഫ്രണ്ട് തന്നെയാണോ അതോ ഇനി നിങ്ങൾ തമ്മിൽ വേറെന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ രഞ്ജു ആദ്യം ഒന്നും മിണ്ടില്ല. സത്യം പറ രഞ്ജു, ഞാൻ കുറച്ചൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ അറിഞ്ഞ കാര്യം സത്യമാണെന്ന് അറിയാൻ വേണ്ടിയാണ് നിന്നോട് ചോദിക്കുന്നത്. അങ്ങനെ ഒരു ട്രിക്കും കൂടെ ഗീത ഇട്ടുകൊടുത്തു. സത്യമാണോ പറയണേ എന്നറിയത്തില്ലോ. പിന്നീട് രഞ്ജു ആ കഥകളൊക്കെ പറയുവാണ്. താൻ ഗോവിന്ദേട്ടൻ്റെ പെങ്ങളാന്നുള്ള സത്യം. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഗീതും ശരിക്കും ഞെട്ടിപ്പോയി. ഇതെല്ലാം കേട്ടുകൊണ്ടാണ് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നത്. ഗോവിന്ദിന് മനസ്സിലായി ഇവളും മദ്യപിച്ച് ബോധമില്ല എന്തൊക്കെയായി വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ സത്യങ്ങളും ഗീതുകൊണ്ട് വിളിച്ചു പറഞ്ഞില്ല ഭഗവാനെന്നും പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പൊ ഇനി കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീതു തൻ്റെ നാത്തൂനെന്നുള്ള സത്യം തിരിച്ചറിയാൻ പോവാണ്. പിന്നീട് ഇനിയിപ്പോൾ അവർ തമ്മിലുള്ള വഴക്കുകളൊക്കെ തീരും. അവരൊരുമിച്ച് ഇനിയിപ്പോൾ രാധികാമേനെ വീടിന് പുറത്താക്കാനുള്ള പദ്ധതികളൊക്കെ തയ്യാറാക്കാൻ പോവുക. അതിൻ്റെ വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.